വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 12 ബൗണ്ടറികളാണ് സഞ്ജു സാംസൺ ഈ ഒരു ഇന്നിങ്സിൽ നേടിയത്. 25 സിംഗിൾസ് അതിൻ്റെ ഏറ്റവും വലിയ മനോഹാരിതയാണ്. മൊത്തം 4 സിക്സ് മാത്രമേ ഇന്നിങ്സിൽ സഞ്ജു അടിച്ചിട്ടുള്ളൂ. ആ ഒരു മൂന്നാമത്തെ സിക്സിനും അവസാനത്തെ സിക്സിനും ഇടയ്ക്ക് സഞ്ജു 10 ഓവറുകൾ സിക്സുകൾ ഇല്ലാതെ കളിച്ചു എന്നുള്ളതാണ് ഈ ഇന്നിങ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ സൂര്യകുമാർ യാദവുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പിലായാലും ഹർദിക് പാണ്ഡ്യയായിട്ടും തിലക് വർമ്മയായിട്ടൊക്കെ ഉള്ള പാർട്ട്ണർഷിപ്പിൽ സഞ്ജു ഇങ്ങനെ സിംഗിൾസ് ഈസി ആയിട്ട് കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. ഡോട്ട് ബോൾസിൻ്റെ എണ്ണം വളരെ കുറവാണ്. ബൗണ്ടറികൾ കൂടുതലും കട്ട് ഷോട്ടുകളിലൂടെയും ഓഫ് സൈഡിലൂടെയും ഗ്രൗണ്ട് ഷോട്ടുകളിലൂടെയാണ് സഞ്ജു സാംസൺ കണ്ടെത്തിയത് എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട്. അടിച്ചു പറത്താനുള്ള എല്ലാ മോട്ടീവും ഒതുക്കി നിർത്തി സഞ്ജു ഇന്നൊരു ഇന്നിങ്സ് പടുത്തുയർത്തിയപ്പം അതേ രാജ്യത്തിന് തന്നെയാണ് അത് ഗുണം ചെയ്തത്. അതേ രാജ്യം തന്നെയാണ് ഇന്ന് നിർണായകമായിട്ടുള്ള ഒരു മത്സരത്തിൽ വിജയിച്ച് സെമി ഫൈനലിലേക്ക് കയറിയിരിക്കുന്നത്. സോ സഞ്ജു സാംസൺ എല്ലാ ബോളും അടിച്ചു പറത്തി ഇൻറ്റൻറ്റ് കാണിച്ച് രാജ്യത്തിന് വേണ്ടി ഇൻറ്റൻറ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. സഞ്ജു സാംസൺ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾസും ഡബിൾസും ബൗണ്ടറീസും മാത്രം കണ്ടെത്തി സഞ്ജു സാംസൺ അവിടെ സമയം ചിലവഴിക്കുമ്പോൾ സഞ്ജു സാംസൻ്റെ സ്ട്രൈക്ക് റേറ്റ് നിങ്ങളിന്ന് നോക്കണം. 200 അടുപ്പിച്ച് സ്ട്രൈക്ക് റേറ്റ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സഞ്ജു സാംസൺ നിന്ന് വട്ടം അടിക്കേണ്ട ആവശ്യമില്ല, സ്ലോ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നിന്ന് ക്രീസിൽ ടൈം സ്പെൻഡ് ചെയ്താൽ തന്നെ ബാറ്റ് ബോൾസ് കറക്റ്റായിട്ട് പിക്ക് ചെയ്ത് ബൗണ്ടറി കണ്ടെത്താൻ വളരെ അനായാസം ബൗണ്ടറി കണ്ടെത്താനുള്ള എക്സെപ്ഷണൽ ആയിട്ടുള്ള സ്കില്ല് സഞ്ജു സാംസൺ ഉണ്ട്. അവിടെ സമയം ചെലവഴിക്കുക എന്നത് മാത്രമാണ് സഞ്ജു സാംസൻ്റെ കരിയറിൽ ഇനി മുന്നോട്ട് സഞ്ജു സാംസൺ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അഭിപ്രായം. ഇതിനുവേണ്ടി തന്നെയാണ് ഞാനടക്കമുള്ള പലരും സഞ്ജു സാംസനെ വിമർശിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് നമുക്ക് വേണ്ടത്. അവിടെ സമയം ചെലവഴിക്കുന്ന, ടീമിനെ നിർണായക സമയത്ത് വിജയത്തിലേക്ക് എത്തിക്കുന്ന സെലക്ടേഴ്സിനോ മറ്റാർക്കും കണ്ടു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റാത്ത, അവനെ കളിപ്പിക്കരുത് അല്ലെങ്കിൽ അവൻ ആ സ്പോട്ട് കൊടുക്കരുതെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഇന്നിങ്സുകൾ കളിക്കുന്ന സഞ്ജു സാംസനെ കാണാനാണ് എനിക്കാഗ്രഹം.